ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വർക്കിനായി ഹീറോ ഹോണ്ട പാഷൻ ഓൾഡ് മോഡലാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എഞ്ചിൻ ഓയിൽ ലീക്കാണ്. മാൻ സൈഡിൽ നിന്നാണ് ഓയിൽ ലീക്കാകുന്നത്. ഈ രീതിയിൽ നല്ല രീതിയിൽ ഓയിൽ ലീക്കായി പോകുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ലെവലും കുറയുന്നുണ്ട്. നമുക്കത് അഴിച്ചു നോക്കാം എന്താണ് പ്രോബ്ലം എന്ന്. ഫ്രണ്ട്സ്, കോയിൽ പ്ലേറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ലീക്ക് കാണിക്കുന്നത്. ഫ്ലൈ വീൽ മാഗ്നറ്റ് ഒന്ന് അഴിച്ചെന്ന് നമുക്ക് നോക്കാം. ഏകദേശം കോയിൽ പ്ലേറ്റിൻ്റെ ഭാഗത്ത് നിന്നാണ് ഓയിൽ ലീക്ക് വന്നിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ലീക്ക് വന്നിരിക്കുന്നത്. ഇത് പുതിയത് മാറി ഇട്ടതാണ്. ഒരു 2 ദിവസം മുന്നേ മാറി വേറൊരു ഷോപ്പിൽ നിന്ന് ഇട്ട് വന്നതാണ്. നമുക്കിത് അഴിച്ചു നോക്കാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ കോറിൻ്റെ ഓയിൽ സീൽ പോയിട്ടുണ്ട്. ക്രാങ്ക് ഓയിൽ സീലാണിത്. ഇതിൽ വരുന്ന ഓറിങ്ങും കട്ടായി പോയിട്ടുണ്ട്. അതാണ് അമിതമായ ഈ ഓയിൽ ലീക്കിന് കാരണം. ക്രാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഓയിൽ ലീക്ക് ആവുന്നുണ്ട്. 2 ഭാഗത്തു നിന്നും ഓയിൽ ലീക്ക് ആവുന്നുണ്ട്. ഇതിൻ്റെ ജെനുവിൻ പാർട്സാണ്. ഓറിംഗ് ആണ്, ഓറിംഗ് കിറ്റാണ്. മാൻ സൈഡ് ഇത് മാൻ സൈഡ് ഓയിൽ സീലാണ് ക്രാങ്കിൽ വരുന്നത്. നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നോക്കാം. സീൽ കൈ കൊണ്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. ശേഷം ഗ്രീസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്രീസ് അപ്ലൈ ചെയ്യുന്നത് ഈ കോർ പ്ലേറ്റ് ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് ടൈറ്റായി ഈ സീൽ കട്ടാവാതിരിക്കാനും സ്പ്രിങ് ചാടാതിരിക്കാനുമാണ്. ഇതാണ് ഇതിൻ്റെ ഓറിങ്. 2 ചെറിയ ഓറിങ് സ്ക്രൂവിലോട്ട് വരുന്നതാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം സ്ക്രൂ ഭാഗത്ത് വരുന്ന ഓറിങ് കൂടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരല്പം ഗ്രീസ് അപ്ലൈ ചെയ്യുക. കാരണം ഇത് ടൈറ്റ് ആവാതിരിക്കാനാണ്. ഗ്രീസ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇത് കട്ടായി പോകും ഓറിങ്. വീണ്ടും പഴയ സ്ഥിതിയായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചിടുക. ഹോൾ കറക്റ്റ് ആക്കിയതിന് ശേഷം പൊസിഷൻ കറക്റ്റ് ആകാൻ വേണ്ടി ഒരു സ്ക്രൂ പിടിപ്പിക്കുക. 2 ഭാഗം ഒരേപോലെ പ്രസ് ചെയ്തിറക്കുക. ഒരു സൈഡ് ചരിഞ്ഞ് കയറുമ്പോഴാണ് ഈ ഓറിങ് കട്ടാകുന്നത്. 2 സ്ക്രൂ നന്നായി ടൈറ്റ് ചെയ്യുക. ന്യൂട്രൽ ലൈറ്റ് സ്വിച്ചിൽ കണക്ഷൻ പിടിപ്പിക്കുക. അതിനുശേഷം ഫ്ലൈ വീൽ മാഗ്നറ്റ് കറക്റ്റായി സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അടുത്തതായി ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ലീക്കായത് കാരണം ഇതിൻ്റെ ലെവൽ കുറയാൻ സാധ്യതയുണ്ട്. ലെവൽ നോക്കി എഞ്ചിൻ ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യുക. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
എഞ്ചിൻ ഓയിൽ ലീക്ക് നമ്മുടെ വാഹനത്തിൽ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടല്ലാതെ ഓടരുത്. അങ്ങനെ ചെറിയ വർക്ക് നമ്മൾ പെൻഡിങ് വെക്കുന്ന സമയങ്ങളിൽ നമുക്ക് വർക്ക് വലിയ വർക്കായിട്ട് മാറും, എഞ്ചിൻ പണിയിലേക്ക് കൊണ്ടെത്തിക്കും. ഫ്രണ്ട്സ്, ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും നന്ദി, നമസ്കാരം.